നിങ്ങൾക്ക് എന്തേലും ഉണ്ട് എന്നോട് പറഞ്ഞ? നിന്നോട് പറയാനുള്ള കാര്യങ്ങളെങ്കിൽ ഞാൻ പറയും. ഞാനാണ് നിങ്ങളുടെ ഭാര്യ, അല്ലാതെ ഇവരല്ല. എന്തേലും ഉണ്ട് അപ്പ വിളിച്ച് പറയാൻ. അഞ്ജുവേ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാതടി. നീ ആദ്യം അവന് സമാധാനം കൊടുക്ക്. അപ്പൊ അവൻ താനെ നിന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ. എന്റെ ഭർത്താവിന്റെ കാര്യ. ഇതിനെന്തിനാ നിങ്ങൾ ഇടപെടുന്നേ? അത് ന്യായം. അത് നീ പറഞ്ഞ ന്യായം. ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, അതിൽ ഞാൻ എന്തിനാ ഇടപെടുന്നേ? നിങ്ങൾ പറഞ്ഞു തീർത്തോ, ഞാൻ പോയേക്കാം. പോകാൻ വരട്ടെ. എന്താ അമ്മ? എടാ പ്രകാശ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ നിന്റെ ഏട്ടത്തിയാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഏട്ടത്തിയെ നീ കളിക്കേ ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർ കൂടെ അത് തോന്നണം. അമ്മ ഇവളുടെ വാക്കേട്ട് തുള്ളാൻ നിൽക്കല്ലേ. അമ്മയ്ക്ക് അറിയാലോ, ഏട്ടത്തി ഇവിടെ കല്യാണം കഴിച്ച് വന്ന മുതൽ ഇവളെ ഞാൻ കെട്ടുന്നത് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഏട്ടത്തിയാ. ഇപ്പൊ കേട്ടൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നിങ്ങളുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്. ഇനി ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞിരിക്കണ്ട. നിങ്ങൾ എല്ലാവരും കൂടി എന്തായി പറഞ്ഞു വരുന്നത്? അത്യപൂർവ സൗഹൃദങ്ങളാണെന്ന് പറഞ്ഞ് ഒരുത്തരുടെ കയറി ഇറങ്ങിയായിരുന്നല്ല അമ്പിളി. അവനിപ്പോ ഇവിടെ കാണാനില്ലല്ലോ. അതുപോലെ കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഇതിൽ കൂടുതൽ മാന്യമായിട്ട് ഒരു അനിയന്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല. കേട്ടോ പ്രകാശ, ജയിക്കാൻ വേണ്ടി എന്തു തോന്നിയാസം കാണിക്കുന്നവരാ ഇവര്. അവരുടെ വായിന്ന് ഇതുപോലെയുള്ള വൃത്തികേടുകൾ കേൾക്കേണ്ടി വന്നേക്കും. അതുകൊണ്ട് നീ ഇനി എന്നെ കാണുമ്പോ കുറച്ചൊന്ന് ഒതുങ്ങി നടന്നേക്ക്. അപ്പൊ അവരുടെ പ്രശ്നമൊക്കെ അങ്ങ് തീർന്നോളുമല്ലോ. ഏട്ടത്തി, ഇതുപോലെ പല വിഷം നിറഞ്ഞ വാക്കുകളും കേൾക്കും. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഏട്ടത്തിക്ക് ഏട്ടത്തിയെ അറിയാം, ഇവർക്ക് 3 പേർക്കും നമ്മളെ നന്നായിട്ട് അറിയാം. ഇതൊന്നും അറിയില്ല എന്ന് നടിക്കുന്നതേ ഇവരാ. ഇവരോടൊക്കെ പോകാൻ പറയട്ടത്തി. പിന്നെ എനിക്ക് ഏട്ടത്തിനോട് സംസാരിക്കണം തോന്നിയാൽ ഞാൻ സംസാരിക്കും. ഇനി ഏട്ടത്തി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ വാങ്ങിച്ചും കൊടുക്കും. ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ മുന്നിൽ ഞാനും ഉണ്ടാവും. ഇതൊക്കെ ചെയ്യുന്നുണ്ടാ ഓരോരുത്തർ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നത്? ഇതൊക്കെ തന്നെയാണ് എൻ്റെ അമ്മയ്ക്കും ചെയ്തു കൊടുക്കാറ്. അപ്പം നിനക്കൊന്നും പറയാനില്ലേ? അതേ മനസ്സോടെയാണ് ഞാൻ എൻ്റെ ഏട്ടത്തിക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളെ എന്ത് കഥ വേണമെങ്കിലും ഉണ്ടായിക്കോ, എനിക്കൊരു പുല്ലുമില്ല. ഇവരൊക്കെ പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും. പക്ഷെ അമ്മയും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് എനിക്ക് വിഷമമാണ്. ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല കേട്ടോ. പോരാ, ഞാൻ ശരിക്കും നിരാശയില്ല. നിങ്ങൾ ഓരോ തവണ വെല്ലുവിളിക്കുമ്പോഴേ ഞാൻ വലിയ വലിയ പ്രതീക്ഷകൾ വെക്കും. നേരത്തെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു ഫൈറ്റും ചേസും ഒക്കെ കാണുമെന്നേ. പക്ഷെ 3 പേരും ഒന്നിച്ച് പ്ലാനിൽ നിന്ന് പിന്മാറുന്ന ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ എന്നെ തീർത്ത് നിരാശപ്പെടുത്തി കളഞ്ഞു. നീ അത്രക്കങ്ങോട്ട് നിരാശയൊന്നും ആവണ്ട. പ്ലാനിൽ നിന്ന് പിന്മാറിന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നിന്നെ തീർക്കാൻ തന്നെയാ എന്റെ തീരുമാനം. അതിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? ഇതാണ് സ്പിരിറ്റ്. ഇങ്ങനെ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നാലല്ലേ ഒരു ത്രില്ലുള്ളൂ, അല്ലേ? ഇപ്പൊ എന്റെ നിരാശയൊക്കെ മാറി. കൊല്ലാൻ നിങ്ങളൊക്കെ നോക്ക്, മരിക്കാതിരിക്കാൻ ഞാനും ശ്രമിക്കാം.
യുദ്ധമൊക്കെ തീർന്നോ? യുദ്ധം ജയിച്ച രാജാവ് ഇവിടെ എത്തി. തോറ്റ രാജ്ഞി ഇപ്പൊ വരും. നിങ്ങൾക്ക് എന്നെക്കാളും വലുത് കൊച്ചുവിടെ ഇരിക്കുന്നു. കൊച്ചിവിടെ നിൽക്കട്ടെ. നിങ്ങൾ കുറച്ചു മുമ്പേ പുറത്തു വെച്ച് പറഞ്ഞ രീതിക്കാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കണോ വേണ്ടിയോന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിക്കും. നീ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. എന്നാ ആലോചിച്ചെടുത്ത തീരുമാനം ഞാൻ പറയാം. എന്റെ മോളെയും കൊണ്ട് ഞാനങ്ങ് പോവും. അതിന് നീ ഇത്തിരി വേർക്കും. ഒരു വേർക്കലും ഇല്ല. നിങ്ങളെ ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചോ. ഇത് പെൺകൊച്ചല്ലേ, അവളെ അവളുടെ അമ്മയുടെ കൂടെ വിടൂ. പിന്നെ ആഴ്ചയിലൊരിക്കലും മോളെ കാണാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് കിട്ടും. അതും ഞാനില്ലാതാ. ഇവിടെയും കൊണ്ട് ഞാൻ അങ്ങ് ചേച്ചിയുടെ അടുത്തേക്ക് പോകും, US. പിന്നെ വരത്തൂല്ല. മെല്ലെ മെല്ലെ നിങ്ങളുടെ മോള് നിങ്ങളെ അങ്ങ് മറക്കും. ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കണോ അതോ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ നിൽക്കുന്നോ? നീ നിന്റെ അച്ഛന്റെ ചെല്ലക്കുട്ടിയല്ലേ, അതുകൊണ്ട് മോൾ അച്ഛനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ അങ്ങ് US വരേണ്ടി വരും. നീ എന്താണ് ഇത്ര ആലോചിക്കണേ? US എന്നൊക്കെ കേട്ടപ്പോ മനസ്സിലൊരു ചാഞ്ചാട്ടം. മക്കളെ വെറുതെ ടെൻഷൻ ആക്കല്ലേ. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഫുള്ള് കഷ്ടപ്പെടായി ഞാൻ അച്ഛന്റെ കൂടെ നിൽക്കണോ അതോ US പോയി അടിച്ചു വിളിക്കണോ? ശരി, നീ പൊക്കോ. നീ നിന്റെ അമ്മയുടെ കൂടെ US ഇത് ഗുദാമിലാന്ന് വെച്ചാ പൊക്കോ. പ്രകാശിന് വിഷമായോ? നീ പോയേ. എന്താ പ്രകാശ് ഇത്? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ലോകം മൊത്തം എന്നെ കൊണ്ടാന്ന് പറഞ്ഞാലും പ്രകാശം കൂടി ഉണ്ടെങ്കിലേ ഞാൻ പോവും. ഒന്ന് ചിരിച്ച പ്രകാശ. അയ്യ, എന്തോരു സ്നേഹം. ഇത് പോവില്ലേ? എന്നാ വക്കീലെ കേസ് വിളിക്കുക? അതൊക്കെ സമയമെടുക്കും മോനാ. ഇത് കോടതിക്കാരിയാ. ഈ സിനിമയെ കാണുന്ന പോലെ ഓടി നടന്നൊന്നും കാര്യം നടക്കില്ല. എന്റെ വക്കീലെ, അവളെ സഹിക്കണനൊക്കെ ഒരു പരിധിയില്ല. ഇതിപ്പോ അവള് വളർന്ന് പന്തലിച്ചത്. എത്രന്ന് വെച്ചാ മനുഷ്യൻ ക്ഷമിക്കുക? കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി, നടന്നില്ല. അവളിപ്പോ അമ്മയായിട്ട് കൊമ്പോർത്തിരിക്കുക. അതൊന്നും അത്ര നല്ലതിനല്ല. ഇതൊക്കെ അവളുടെ നാശത്തിനാ. വക്കീലേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഒരു കൊലപാതകം ചെയ്താ എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വരും? ഒരു ജീവപര്യന്തമൊക്കെ കിടക്കേണ്ടി വരും. എന്തേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇനി ആ കേസ് ഞാൻ തന്നെ വാദിക്കേണ്ടി വരുമോ അഞ്ജു? അതൊന്നും വേണ്ടി വരില്ല വക്കീലെ. എനിക്കെന്റെ അച്ഛൻ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ ഏർപ്പാടാക്കി തരും. ഞാനൊരു കൊലപാതകം ചെയ്താൽ പോലും വാദിച്ച് വേറെ ആരെങ്കിലും പ്രതിയാക്കാൻ തരത്തിലുള്ള വക്കീലന്മാരുണ്ട് എന്റെ അച്ഛന്റെ പക്കൽ. അത് നല്ല കാര്യം. ശരി വക്കീലെ, ഞാനിതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. താനെന്തോടെ ഇതൊന്നും കേട്ടൊന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്ത് മിണ്ടാനാ? അഞ്ജു ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചെങ്കിൽ അത് ആവണി ഇല്ലാതാക്കാനായിരിക്കില്ലേ? തോൽപ്പിക്കണമെന്ന് മാത്രമുള്ളൂ വക്കീല്, അല്ലാതെ കൊല്ലണമെന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. പക്ഷെ അഞ്ജുവിന്റെ സംസാരം കേട്ടിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല. ഞാനൊരു കാര്യം പറയാം മോനാ, ആവണിയെ ആരെന്ത് ചെയ്താലും ഇനി ഒരു വണ്ടി തട്ടിയാൽ പോലും അത് കറങ്ങി തിരിഞ്ഞ് തൻ്റെ തലയിൽ വരും. എന്റെ തലയില അഞ്ജു ചെയ്താ അഞ്ജു ഇപ്പൊ പറഞ്ഞ പോലെ അവളുടെ അച്ഛൻ അവളെ രക്ഷിക്കും. തന്നെ ആര് രക്ഷിക്കും? താൻ തോൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാലും ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് തൻ്റെ തലയിൽ തന്നെ വരും. ആ കുറ്റം ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്ത
അത് പിന്നെ എന്റെ തലയിൽ വരില്ലേ വക്കീലെ? പറ വക്കീലെ. ആവണിക്ക് എന്ത് സംഭവിച്ചാലും ആ കുറ്റം ഞാൻ ഏറ്റെടുക്കും. അതിന്റെ പേരിൽ ഒരാളും ജയിലിൽ പോകില്ല. അവളെന്നെ വെല്ലുവിളിക്കാനും ഭീഷണിപ്പെടുത്താനും മാത്രം വളർന്നോ? അമ്മ, അവളെ ഇല്ലാതാക്കിയ അവൾ ഈ ചെയ്തതിനൊന്നും അനുഭവിക്കാതെ പോകുന്ന പോലെ ആയിപ്പോ. അവളെ ജീവനോട് വേണം അമ്മ. എന്നാലല്ലേ നമ്മൾ തിരിച്ചു ചെയ്യുന്നതിനൊക്കെ അവൾ അനുഭവിക്കുന്ന കാണാൻ നമുക്ക് പറ്റും. മോഹന, നിനക്ക് ഇപ്പോഴും അവളോട് സ്നേഹമുണ്ട്? വാശി അവള് തോറ്റ് കാണണം അമ്മ. അവിടെ തോറ്റൊറ്റക്ക് ആരുമില്ലാതെ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കരയുമ്പോ കിട്ടുന്നൊരു സുഖം അത് മരിച്ചു കിടക്കണ കണ്ട കിട്ടോ അമ്മേ. ശരി മോഹന, നീ പറയുന്നത് പോലെ അവൾ ഈ ഗേറ്റിന്റെ മുമ്പിൽ വന്ന് നിന്ന് കരയുന്ന ആ കാഴ്ച ഞാൻ നിനക്ക് കാണിച്ചു തരും. എന്നോട് അവളുടെ കളി. ഇത് നല്ല കാര്യം. അപ്പൊ അമ്മ സീരിയസ് ആയിട്ട് തന്നെയാ? എന്താടോ വക്കീലെ അതിലിത്ര സംശയം? ഞാൻ തമാശ പറയുന്നത് വക്കീൽ ഈ അടുത്തെങ്ങാനും കേട്ടിട്ടുണ്ടോ? അതില്ല. അപ്പോ ഇതും സീരിയസ് ആയിട്ട് തന്നെയാ. കൊല്ലണമെന്ന് തന്നെയായിരുന്നു. പക്ഷേ മോഹനം പറഞ്ഞതിലും കാര്യമുണ്ട്. അവിടെ തോറ്റ് നമ്മുടെ മുമ്പിൽ വന്ന് കരയുമ്പോ അത് കാണാനൊരു സുഖം ഉണ്ടാവില്ലേ? ഉണ്ടാകും, ഉണ്ടാകണം. ഹലോ അച്ഛ, കേക്കുന്നില്ല. ഹലോ, റേഞ്ചിന്റെ ആണെന്ന് തോന്നുന്നു, മഴയല്ലേ? ഹലോ, കേക്കുന്നുണ്ടോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. ഞാനിവിടെ സ്ട്രോങ് ആയിട്ടാ നിൽക്കുന്നേ. രഘു പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല അച്ഛാ. ടെൻഷൻ ആവൊന്നും വേണ്ട. അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ആണല്ലേ? അഞ്ജു, നീ മഴയത്ത് നിന്ന് എന്തോ കാണിക്കും ആവണേ? പേടിച്ചു പോയല്ലോ ചേച്ചി. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. നീ ഇവിടെ എന്തെടുക്ക? വാ കൊച്ചേ. ചേച്ചി എന്തോ ഈ കാണിക്കുന്നേ? നിനക്ക് എന്തോ കൊച്ചേ? ഈ ഫോണും പിടിച്ച് അവിടെ പോയി നിന്ന് കണ്ട കാര്യം എന്തുവാ? എന്താ ചേച്ചി, എന്തു പറ്റി? ഞാൻ വന്നപ്പോ കണ്ട കാഴ്ച എന്തോ നിനക്കറിയാവോ? എന്താ? ഓ, അതിനാണോ അപ്പൊ അവള് പുറകെ വന്നു നിന്നത്? നീ ഇത് തമാശയായിട്ടാണ് എടുത്തേക്കുന്നേ. സീരിയസാ കൊച്ച കാര്യം. ഡേ, ഇവിടെ വാടി. നീ എന്തിനാടി എന്റെ പുറകെ വന്നു നിന്നത്? വെറുതെ വന്നതാ. വെറുതെ വന്നതോ? ആ, വെറുതെ. സത്യം പറയടി. സുധ ചേച്ചി പറഞ്ഞാണല്ലോ ഞാനെന്തിനാ വന്നേന്ന്. ഇനി എന്റെ വായിന്ന് കേട്ടാലേ മതി വരുള്ളോ? എന്നാ കേട്ടോ, നിങ്ങളെ തള്ളിയിടാനാ വന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, മിസ്സായിപ്പോയി. ഇനി ആരെങ്കിലും ചോദിച്ചാ നിങ്ങൾ ഫോണിൽ സംസാരിച്ച് വന്നപ്പോ തെന്നി വീണതാന്ന് പറയാനായിരുന്നു പ്ലാൻ. ഇപ്പോഴാണേ മഴയും കൂടിയാണല്ലോ, വഴുക്കലും ഉണ്ട്.
ആരും വിശ്വസിക്കും. നീ ഈ ചെയ്യുന്നതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് നിനക്കറിയോ? ജീവപര്യന്തം കിട്ടിയാലും സാരയില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാ ഞാൻ. കൂടിപ്പോയാ തൂക്കിക്കൊല്ലും, അത്രയല്ലേ ഉള്ളൂ. എന്നാലും സാരയില്ല. ഇപ്പൊ മിസ്സായിന്ന് പറഞ്ഞേ അടുത്തത് ഞാൻ മിസ്സാക്കില്ല. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? അവളിപ്പോ ഇങ്ങനെയാ, ചേച്ചി ഒന്ന് മൈൻഡ് ചെയ്യണ്ട. ഇന്ന് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലോ? ചേച്ചി കണ്ടില്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും കാണുമായിരുന്നു. എന്റെ കഷ്ടപ്പാടും എന്റെ അമ്മയുടെയും ചേച്ചിയുടെയും പ്രാർത്ഥനയൊന്നും ദൈവം കണ്ടില്ല എന്ന് വെക്കില്ല ചേച്ചി. നീ ഈ ഫിലോസഫിയും പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ. എന്റെ കൊച്ചെ സൂക്ഷിക്കണേ. ചേച്ചി പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. നിന്റെ അച്ഛനുള്ളപ്പോ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചോണ്ടിരുന്നത്. അല്ല, ചേച്ചി എന്താ വന്നേ? എനിക്കറിയത്തില്ല. മാളു എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കാണണമെന്ന്. മാളുവോ? എന്തിന്? ആ അല്ല, അവളെവിടെ? ആ, ദേ വന്നല്ലോ. നീ എന്തിനാടി ചേച്ചി വിളിച്ചു വരുത്തിയേ? അമ്മയോട് പറഞ്ഞോ? പറയണ്ടായിരുന്നോ? സീക്രട്ട് ആയിരുന്നോ? അമ്മ താഴേക്കൊന്ന് പോവോ? ഞങ്ങൾക്ക് സുധാന്റിയോട് ഒരു സീക്രട്ട് പറയണം. ഓ, അപ്പൊ സീക്രട്ടാ? അമ്മ പ്ലീസ് ഒന്ന് പോ, ഞങ്ങൾ സീക്രട്ട് പറയട്ടെ. ശരി, എന്നാ നടക്കട്ടെ, ഞാൻ പോയേക്കാം. ഇനി പറ, എന്താ സീക്രട്ട്? നാളെ വാണിയമ്മന്റെ ബർത്ത്ഡേ ആ. ആണോ? അമ്മയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്യാനാണ് ഞങ്ങൾ സുധാന്റിയെ വിളിച്ചത്. ഇവിടെ ആർക്കും ഓർമ്മയുണ്ടാവില്ല. പിന്നെ അമ്മ ഈ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് അതൊക്കെ മറന്നുപോയി കാണും. വാണിയമ്മ ഇപ്പൊ കൊറേ പ്രശ്നത്തിലല്ലേ, അപ്പൊ ചെറിയൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വെച്ചു. ശരിയാക്കാം, നമുക്ക് സർപ്രൈസ് കൊടുക്കാം കേട്ടോ. അമ്മയോട് പറയല്ലേ? പറയത്തില്ല, പ്ലാൻ ചെയ്യാം. വാണിയമ്മ ചോദിച്ചാ പറയണ്ട കേട്ടോ. അറിയില്ല കേട്ടോ. എന്തായി, രഹസ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എന്താ ചേച്ചി, കാര്യം പറയേ. പിന്നെ സീക്രട്ട് നിനക്ക് മാത്രമേ പറ്റുള്ളൂ, ഞങ്ങൾക്കും പറ്റും അല്ലേ ദേവു? ആ, ദേവുട്ടി, കാര്യം പറയേ. ദേവൂട്ടി ഇപ്പൊ കാര്യം പറയുന്നില്ല. എന്നാ ശരി ആന്റി, ബാക്കി നമുക്ക് ഫോണിൽ ഡീൽ ചെയ്യാം. ഓക്കെ. എന്താ ചേച്ചി, കളിക്കാത്ത കാര്യം പറ. എന്താ സർപ്രൈസ്? മക്കളെ, ഞാൻ ഇറങ്ങുവാ, വിളിക്കാവേ. എന്തൊരു കഷ്ടമായത്. കാര്യം പറ മക്കളെ. ഞങ്ങൾ എന്തായാലും പറയൂല. ഓ, അങ്ങനെയാണോ? എന്നാ ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനിയും 1-2 പേരെ വിളിക്കണം. എന്താണ് രണ്ടുപേരും കൂടി പരിപാടി? കൊച്ചനോട് പറയണോ? പറഞ്ഞോ, നമ്മളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ആളാ. എന്തൊരു കള്ളത്തരം. അമ്മയുടെ ബർത്ത്ഡേ ആ, അതുകൊണ്ട് ഞങ്ങൾ സർപ്രൈസ് പ്ലാൻ ചെയ്തു. ഇത് നമ്മ പൊളിക്കും എന്തായാലും. ആവണിയുടെ ബർത്ത്ഡേ ആടോ ഇന്ന്. തന്റെ വരവ് അവൾക്കൊരു സർപ്രൈസ് ആയിരിക്കും. അല്ലടോ, താൻ പറഞ്ഞ വില്ലന്മാരൊക്കെ ഉണ്ടാവും ഇവിടെ? പിന്നെ എവിടെ പോവാൻ? അവക്ക് എങ്ങനെ പണി കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അവരൊക്കെ. എന്തായാലും വന്ന സ്ഥിതിക്ക് എല്ലാത്തിനും ഒന്ന് പരിചയപ്പെടാം അല്ലേ? എന്തായാലും ആ പരിചയപ്പെടൽ അത്ര സുഖകരമായിരിക്കില്ല. താൻ വാ. ആ, സുധ ചേച്ചി. ഇതാണ് അഞ്ചു. ഇതെന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ?
കൂടാരാ? എന്റെ ഫ്രണ്ടാ. ഇതാണ് യശോദാമ്മ. എന്താണ് സുധ, എപ്പോഴും ഒറ്റയ്ക്കാണല്ലോ? ഇന്നെന്താ പരിവാരങ്ങളൊക്കെ കൂട്ടി? ഇതെന്റെ ഫ്രണ്ടാ അമ്മ. ഇതുവഴി പോയപ്പോ ആവണി ഒന്ന് കാണാന്ന് വിചാരിച്ച് കയറിയെന്നുള്ളതേ ഉള്ളൂ. എന്റെ പൊന്നു കൊച്ചേ, പറയുന്നോടും കൊണ്ടൊന്നും തോന്നരുത്. ഈ സുധ കാണാൻ വരുന്ന ഈ ആവണി തന്നെ ഇവിടെ ഒരു അധികപ്പറ്റ. പിന്നെ സുധയുടെ കാര്യം പറയാനുണ്ടോ? അതിന്റെ കൂടിയാണ് ദേ ഇപ്പോ കൊച്ചും വന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട്. മാഡം എന്താ ഇവിടെ? മാഡോ? ഓഹോ, അപ്പൊ നിങ്ങൾ നേരത്തെ പരിചയക്കാരാണല്ലേ? അമ്മ ഇത് ആവണി, എന്താ വന്നിട്ട് ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ? വാ, അകത്തേക്ക് വാ ചേച്ചി. ഞാൻ പറഞ്ഞത് സുധയ്ക്കും കൂട്ടുകാരിക്കും മനസ്സിലായില്ല എന്നുണ്ടോ? വ്യക്തമായിട്ട് മനസ്സിലായി കാണില്ല അമ്മ. സുധയോട് ഇറങ്ങിപ്പോന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞ ഈ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് സുധയ്ക്കത് നാണക്കേടാവില്ലേ? ഇല്ലേ സുധ? അതോ ഞാൻ വ്യക്തമായി തന്നെ പറയണോ? ആവണി, ഈ വാഷ്റൂം എവിടെയാ? മോളിലാണ് മാഡം. ഞാൻ യൂസ് ചെയ്തോട്ടെ? പിന്നെന്താ? വാ.